തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ പലപ്പോഴും അതാത് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും ഒക്കെ നയപ്രഖ്യാപനം കൂടിയാണ്. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു അധ്യായമുണ്ട്. അത് വായിച്ചു പോകുന്ന ആർക്കും ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ പ്രകടിപ്പിക്കുന്ന ആശങ്കകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യമുണ്ടാവും. ഇടുക്കിയുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ തുടക്കം വളരെ നേരത്തെ തന്നെ കോൺഗ്രസിനൊപ്പമൊക്കെ നിന്നിരുന്ന തീവ്ര പരിസ്ഥിതി നിലപാടുകളുള്ള നേതാക്കന്മാർ അവരുടെ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. ഇപ്പോൾ ഏലമല പ്രദേശം വനമാണെന്ന് ഉള്ള സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് 1993 പ്രത്യേക ഭൂപതിവ് ചട്ടങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് പിന്നീട് ഒട്ടനവധി പ്രതിസന്ധികൾ രൂപപ്പെട്ടു വന്നതും 2010 ആകുമ്പോൾ ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ടിനെ വെക്കുന്നതും പിന്നെ കസ്തൂരി സമിതി റിപ്പോർട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന പരിസ്ഥിതി ലോല മേഖലകളുമൊക്കെ. വന്യജീവി സംഘർഷങ്ങളുടെയുമൊക്കെ ആരംഭം ആ നയങ്ങളിൽ നിന്നാണ്. 1972 അന്നത്തെ പ്രധാനമന്ത്രി ബഹുമാനിയായ ഇന്ദിരാഗാന്ധി കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കുന്നു. 1980 വനസംരക്ഷണ നിയമം അതും ബഹുമാന്യായ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഉണ്ടാകുന്നത്. 86 പരിസ്ഥിതി സംരക്ഷണ നിയമവും അങ്ങനെ തന്നെയാണ്, കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെയാണ്. അപ്പോൾ ഈ നിയമങ്ങളുടെ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ കിടന്ന് ഞെരിഞ്ഞമരുകയാണ് നമ്മുടെ മലയോര മേഖലയിലെ മനുഷ്യരും അവരുടെ ജീവിതമൊക്കെ. പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന പ്രകടന പത്രികയിലെ ആദ്യത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരു പരിസ്ഥിതി ലോല മേഖലകളെ കുറിച്ച് സംബന്ധിച്ചുള്ള ഒരു അതോറിറ്റി രൂപീകരിക്കുമെന്ന് തന്നെയാണ്. ഇതുതന്നെയാണ് ഗാഡ്ഗിലും പറഞ്ഞത്. ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ടിൻ്റെയും അന്തസത്ത അതുതന്നെയായിരുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെയും അകത്തും അതിനെ സംബന്ധിച്ചിട്ടുള്ള ആ നിയമ നടപടികളിലേക്ക്, നിയമചട്ടക്കൂടിലേക്കാണ് അത് കൊണ്ടുവന്നെത്തിക്കാൻ ശ്രമിച്ചത്. അതിനെയാണ് നമ്മൾ ചെറുത്ത് തോൽപ്പിച്ചത്. പിന്നീട് അതിനകത്ത് പറയുന്നത് ചെരിവുള്ള പ്രദേശങ്ങൾ, ഭൂമി ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായ നിയമങ്ങളും നിയമചട്ടക്കൂടും അതിനും ഇതുപോലുള്ള ഒരു സംവിധാനം, ഒരു നിർവഹണ സംവിധാനവും രൂപീകരിക്കുമെന്നാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഉൾപ്പെടെയുള്ള കേസുകൾക്കകത്ത് ഹൈക്കോടതിയും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ ചേർന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന എന്താണോ അതുതന്നെയാണ് അവിടെയും സാധിക്കുക. മൂന്നാമതായി അവർ പറയുന്നത് വനവിസ്തൃതി വർദ്ധിപ്പിക്കും സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി കൂട്ടിച്ചേർന്നുകൊണ്ടെന്നാണ്. ഇപ്പോൾ വനവിസ്തൃതിയെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ വനങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഒരു സംശയവുമില്ല. പക്ഷേ ഇനി വനം പുറത്തേക്ക് വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അശാസ്ത്രീയമായ പരിസ്ഥിതി സംരക്ഷണമാണ് എന്നാണ് കുറേ കാലമായി എല്ലാവരും പറയുന്നത്. പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരും അത് UN പോലുള്ള സംഘടനകളും ഒക്കെ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. കാരണം മനുഷ്യൻ്റെ പങ്കാളിത്തത്തോടു കൂടിയും മനുഷ്യനെ വിശ്വാസത്തിലെടുത്തും മനുഷ്യൻ്റെ അറിവോടുകൂടിയ സമ്മതത്തോടും കൂടി മാത്രമാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാനാവൂ എന്നതാണ് കൃത്യമായ നിലപാട് ലോകത്താകമാനമുള്ളത്. അടുത്തത് അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവതരമായ ഒന്നാണ് മനുഷ്യൻ്റെ ഇപ്പോൾ ബാധകമായിട്ടുള്ള ദുരന്ത നിവാരണ നിയമം. ദുരന്ത നിവാരണ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ആ നിയമം പ്രാബല്യത്തിൽ വരുന്നൊരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾ പോലും റദ്ദ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒന്നായിട്ടാണ് ആ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അത്രത്തോളം അടിയന്തര സാഹചര്യങ്ങളിലുള്ള ദുരന്തങ്ങളെ നേരിടുക എന്നുള്ളതാണ് ആ നിയമം കൊണ്ട് വിവക്ഷിക്കുന്നത്. ആ ദുരന്ത നിവാരണം ഇപ്പോൾ മനുഷ്യനെ ബാധിക്കുന്ന പ്രതിസന്ധികൾക്ക് മാത്രമാണെങ്കിൽ നാളെ വന്യജീവികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ദുരന്ത നിവാരണ നിയമം അവർക്ക് വേണ്ടി ഉണ്ടാക്കും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. എത്രത്തോളം ലോകത്താകമാനമുള്ള പരിസ്ഥിതി സംരക്ഷണവും വന്യമൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സങ്കല്പത്തിൽ നിന്ന് വിരുദ്ധവും അശാസ്ത്രീയവുമാണ് കോൺഗ്രസിൻ്റെ സമീപനം എന്നുകൂടി നമ്മൾ കാണേണ്ടത്. തെരഞ്ഞെടുപ്പുകൾ നയങ്ങളുടെയും നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്ന ഒന്നാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഈ പ്രകടന പത്രികയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഓരോ വോട്ടും ഈ പ്രകടന പത്രികയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടായി കണക്കാക്കപ്പെടും. കോൺഗ്രസിന് ചെയ്യുന്ന ഓരോ വോട്ടും കോൺഗ്രസിൻ്റെ ഈ പ്രകടന പത്രികയിലെ വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള, പരിസ്ഥിതി മേഖലയ്ക്കായി പ്രത്യേക അതോറിറ്റി രൂപീകരിക്കാനുള്ള, വന്യജീവികൾക്ക് വേണ്ടി പ്രത്യേകമായ ദുരന്ത നിവാരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, ചെരിവുള്ള ഭൂപ്രദേശങ്ങളിലെ മനുഷ്യൻ്റെ ജീവിതത്തെ ദുരന്തത്തിലാക്കാനുള്ള ഈ നിലപാടിനുള്ള അംഗീകാരമായി കണക്കാക്കപ്പെടും. അതാണ് ജനാധിപത്യത്തിലെ തിരഞ്ഞെടുപ്പിൽ ചെയ്യുന്ന വോട്ടിൻ്റെയും പ്രസക്തി.
അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ കൃത്യതയോടുകൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ മണ്ണും ഇവിടുത്തെ ജീവിതവും ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും ഇവിടുത്തെ ജീവിത സംവിധാനങ്ങളുമൊക്കെ കൈവിട്ടു പോകണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവേകപൂർണമായ തീരുമാനമാകണം നിങ്ങളുടേത്. ആ തീരുമാനം കോൺഗ്രസിന് അനുകൂലമാകണമോ വേണ്ടിയോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇതാലോചിച്ച് ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് വിനയ പുരസ്സരം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.